ഹലോ ഗൈസ്, നമസ്കാരം. പ്രണവ്, പ്രവീണ്, ആ കുടുംബ പ്രശ്നം അത് സോഷ്യൽ മീഡിയക്കകത്ത് നിന്ന് വലിയ ചർച്ചയും വലിയ കാര്യമാണ്. അതിനപ്പുറം ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടൊരു കാര്യം, അതായത് ഹ്യൂമൻ റൈറ്റ്സ്, അതായത് മനുഷ്യാവകാശ അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കമ്മീഷൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ എന്തോ വിളിക്കുന്നു. ആ വിളിച്ചതിന് ശേഷം അത് ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ അത് പബ്ലിക്കാകുന്നു. സീരിയസ്ലി ഇന്നലെ എൻ്റെ സുഹൃത്ത് അൽത്താഫ് ഇന്നലെയാണോ മെനിഞ്ഞാന്നാണോ ഇന്നലെയാണെന്ന് തോന്നുന്നു വിളിച്ച സമയത്ത്, ഇന്നലെയാണോ മെനിഞ്ഞാന്നോ ഓക്കെ, വിളിച്ച സമയത്ത് ഞാനിതുപോലെ പറഞ്ഞു ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. ഇതുപോലെ ഈ ഒരു സാധനം, അതായത് ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആൾക്കാർ അതിൻ്റെ വയലേഷൻ, അഥവാ അവരുടെ വീടിനകത്ത് നടന്നിട്ടുള്ള ആ ഒരു വയലേഷൻ്റെ ആ ഒരു സംഭവം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ വിളിക്കുന്നു. എന്നിട്ട് ഇവരുടെ ഈ ഒരു സാധനമൊക്കെ മറ്റൊരു ചാനലിൽ കൂടെ അവരുടെ പെർമിഷൻ ഇല്ലാതെ പുറത്തു വിടുന്നു. അത് എന്തൊരു പരിപാടിയാണ് എന്നുള്ളത് ഞാൻ അപ്പോഴേ സംസാരിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ നോക്കിയപ്പോഴേക്കും ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറി, ഇതൊക്കെ പകപോക്കുന്ന ഒരു പരിപാടിയായിട്ടൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നു. അത് ഇപ്പോൾ അവർ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ കഴിയുന്നു. എന്തായിരുന്നാലും ആ ഒരു ഈ പ്രവീൺ പറയുന്നൊരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്, അത് കേൾക്കാം. ഇതിന് വേറെ കുറച്ച് കാര്യത്തിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാനുണ്ട്, അത് കേൾക്കാം. ഈ മഴവിൽ കേരള എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. കാരണം എന്റെ കല്യാണത്തിന് അവർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മീഡിയ ഒന്നും അലൗഡ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഇന്റർവ്യൂവിന് വിളിക്കുകയുണ്ടായിട്ട്, അപ്പം നമ്മൾ അതിനും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെയും വൈഫിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിംഗ് തംബ്ലെയിനൊക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കോണ്ടന്റിൽ ആ ഒരു തംബ്ലെയിനും ഒരു കോണ്ടന്റും തമ്മിൽ മീൻസ് ഒരു ബന്ധമില്ലായിരുന്നു. മനഃപൂർവ്വം നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു. അത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു. അപ്പം അവർ 2-3 പേജ് മെസ്സേജ് അയച്ചിട്ട് അവർ ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇതിന്റെ ഫൗണ്ടർ ആരാണെന്നോ ഇതിന്റെ ഒരു ഓണർ ആരാണെന്നോ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്നൊന്നും എനിക്ക് പേഴ്സണലി ഞാൻ കുറെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി കേസ് കൊടുക്കുമായിരുന്നു. നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഭാഗമായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു വക്കീലോ ആരോ കണ്ടാണ് വന്നതെന്ന് അറിയാൻ സാധിച്ചത്. അതും ആദ്യമൊന്നും ഒരു റെസ്പോണ്ടൊന്നും ഇല്ലായിരുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഒരു വീഡിയോ മാക്സിമം റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ കംപ്ലൈന്റ് റിമൂവ് ചെയ്ത് കംപ്ലൈന്റ് മാറ്റി തന്നത് അപ്പോഴാണ്. അപ്പം ഞാനത് സൈബർ സെല്ലിൽ ചോദിച്ചു, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല, അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത്. ഇത് ഈ ഒരു വീഡിയോ അവരൊരു ഇന്റർവ്യൂ ആണെന്നോ, ഇത് ഈ കോൾ റെക്കോർഡ് ആണെന്നോ, ഇത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുന്നോ ഒന്നും നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണ് നമ്മൾ ആ ഒരു വീഡിയോ അവരിട്ടിരിക്കുന്നത്. ഇത് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ല. ഈ നമ്മൾ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ആണെന്ന് പോലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരക്കര തന്നെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ വിളിച്ചിട്ട് പോലും അവർ ഇതുവരെയായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. എന്നെ വിളിച്ച ആ ഒരു മാഡം, എന്നെ വിളിച്ച ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞൊരു മാഡം, അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പം അവർ ആദ്യം ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല. പിന്നെ അവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമായിരുന്നു. പിന്നെ അവരെ വിളിച്ചിട്ട് ഒരു അനക്കമില്ല. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാമോ, അതാണ് ആക്ച്വലി മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രവീണ് കേസ് കൊടുത്തിട്ടുണ്ടെന്നും കൂടെ അറിയാൻ കഴിഞ്ഞു. പ്രവീണ് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രവീണാണെങ്കിൽ പ്രണവാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കോടതി ഒരു അഡ്വക്കേറ്റിലൂടെ നിങ്ങൾ കോടതിയിലേക്ക് തന്നെ ഇത് പോകേണ്ട കാര്യമാണ്. സീരിയസ്ലി ഞാനൊരു കാര്യം പറയട്ടെ. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട്. അത് സോഷ്യൽ മീഡിയയിലേക്ക് അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ വന്ന് പറയുകയും ഒരു പരിധി കഴിഞ്ഞ സമയത്ത് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി 2 വിഭാഗക്കാരും അവരവരുടെ കാര്യങ്ങൾ പറയാനും ചില എവിഡൻസ് ഒക്കെ പുറത്തു വിടുന്ന രീതിയിലേക്കുള്ള കാര്യം വന്നു. ആൾക്കാർക്കുള്ള കുറേ അധികമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതൊന്നും വിഷയമുള്ള കാര്യമല്ല, അത് തിരിച്ചു പിടിക്കാനും കഴിയുന്നൊരു കാര്യമാണ്. അതെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇവരുടെ ഈ ഒരു പ്രശ്നം അറിഞ്ഞുകൊണ്ട് ഒരു അതോറിറ്റി വിളിക്കുകയാണ്. ഒരു അതോറിറ്റിയിൽ നിന്ന് ആൾക്കാർ വിളിച്ചിട്ട് എന്താ പറയുന്നത്, അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അതായത് നിങ്ങളിത് ചെയ്തിട്ടുണ്ടോ, ഞാൻ അവർ 2 ഭാഗവും കേൾക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ എവിടെയാണ് ഇങ്ങനെ ഒരു പരിപാടി കാണാൻ കഴിയുക? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കും, ഏത് മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുള്ള ഒരു സ്ഥലത്ത്, അഥവാ മനുഷ്യാവകാശ ലംഘനം എന്ന് പറയുന്ന, അഥവാ നമ്മുടെ ഇപ്പം കുട്ടിക്ക്, അഥവാ ഗർഭിണിയായ കുട്ടിക്ക് മർദ്ദനമേറ്റു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ കാരണം വിളിക്കുന്നു, സ്വമേധയാ കേസെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യാവകാശ അതിൻ്റെ ഒരു പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആളെന്നൊക്കെ പറഞ്ഞിട്ട് ആ ലേഡി വിളിച്ചിരുന്നു. സീരിയസ്ലി എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിപ്പോയി, ഇങ്ങനെയാണോ ഹ്യൂമൻ റൈറ്റ്സ് പെരുമാറുന്നത്? ഞാൻ ഇവരുടെ വിഷയത്തിന് കുറച്ച് വില കുറച്ച് കാണുന്നതേ ഇല്ല. ഞാൻ ഒരു കാരണവശാലും ഞാൻ വില കുറച്ച് കാണുന്നില്ല. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടന്നിട്ടുള്ളത് ആദ്യമായിട്ട് പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും വിഷയത്തിൽ മാത്രമാണോ? ഈ വയലേഷൻ നടന്നിട്ടുള്ളത്, അഥവാ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഒരു ഭയങ്കരമായിട്ടൊരു അബ്യൂസിങ് ആയിട്ടുള്ള ഒരു തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു
കാര്യം പോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും വളരെയധികം ഗുരുതരമായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആൾക്കാർ ഇടപെട്ടിട്ടുണ്ട്. ആ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആൾക്കാർ ഇടപെട്ടിട്ട് എവിടെയെങ്കിലും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കൂടെ ആ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ആരെങ്കിലും അതിൻ്റെ അതോറിറ്റിയിൽ നിന്നുള്ള ആൾ വിളിക്കുന്നത് നിങ്ങളോ ഞാനോ ഇന്ന് വരെ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല. അവരത്രയ്ക്ക് വിവരമില്ലാത്തവരാണെന്നോ അല്ലെങ്കിൽ അവർ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് എന്താ ഹ്യൂമൻ റൈറ്റ്സ് ചെയ്യുന്നത്? മനുഷ്യൻ്റെ അവകാശത്തിന് സംരക്ഷിക്കലാണ് ഈ പരിപാടി. മനുഷ്യാവകാശം സംരക്ഷിക്കുന്ന സംഘടന വിളവ് തിന്നെന്ന് പറയുന്നില്ലേ, മനുഷ്യൻ്റെ അവകാശം സംരക്ഷിക്കേണ്ട ഒരു സംഘടന എന്ന് പറയുന്ന അവർ തന്നെ ഈ ഒരു സാധനത്തിന് ഈ രണ്ട് വ്യക്തികളും ഇവരെന്ത് കൊലയാളികളായിക്കോട്ടെ, എന്തൊരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള ആയിക്കോട്ടെ, അത് തീർക്കാനും ഇതിനാണ് ഭരണഘടനയോടുള്ളത്, നിയമ സംവിധാനം ഉള്ളത്. അങ്ങനെയുള്ള സംഭവത്തിൻ്റെ അകത്ത് ആ ഒരു മനുഷ്യാവകാശം അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അവർ ഇടപെടുന്ന സമയത്ത് ഇവരെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കുന്ന പരിപാടിയിൽ ചെയ്തിട്ടുള്ള ഇവരുടെ ഒരു കാര്യം ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഇത് പോയെന്ന് വിചാരിക്കുക. പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്ന സമയത്ത് ഒരു യൂട്യൂബ് ചാനലുകാരൻ വന്നിട്ട് SI പറയുന്നൊരു കാര്യം അവരെ പറഞ്ഞ് ഇതാക്കുന്നതിന് നിങ്ങൾക്ക് എവിടെയെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുമോ? മാധ്യമങ്ങളുടെ അടുത്ത് അവർ പറയും, അതല്ലാതെ അവരുടെ വർക്കിൻ്റെ ഇടയിൽ കയറി ഒരു ഉണ്ടാക്കാനൊന്നും പരിപാടി നടക്കത്തില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു സാധനം പ്രവീൺ പറയുന്നത് വളരെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം കുറച്ച് പേർക്ക് ചിലപ്പോൾ ഇവരൊരു ടാർഗറ്റ് ആയേക്കാം. സ്വാഭാവികമായിട്ടും വളർച്ചൊരു വിഷയമാണ്. ഇവർ തന്നെ കുറച്ചധികം പേരുടെ കയ്യിൽ നിന്ന് പോയതാണ്. എങ്കിലും ഒരു വീഴ്ച അവർ വീണു, അവർ തീർച്ചയായിട്ടും നല്ലൊരു വീഴ്ചയിലേക്ക് വീണു. ആ വീഴ്ചയിൽ പരമാവധി അവർക്ക് എവിടെ കൊണ്ടിട്ട് പണി കൊടുക്കാം എന്ന് ചിന്തിക്കുന്നത് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ മോശമാണ്. ഈ ഒരു സമയത്ത് അവരുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ എപ്പോഴും പറഞ്ഞോട്ടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ട്. എങ്കിലും ഹോപ്പ്ലെസ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് അവരുടെ ലൈഫിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടെ നിൽക്കണോ? നിങ്ങൾക്ക് തെറ്റ് പറ്റി, അത് അക്സെപ്റ്റ് ചെയ്യൂ, പക്ഷേ ഇനി തിരിച്ചു വരണം. നമ്മൾ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാവും. തെറ്റ് തിരുത്തി ഇനി ആ തെറ്റ് ആവർത്തിക്കാതെ മുന്നോട്ട് പോകും. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം അവരെങ്ങനെ കൂട്ടമായിട്ട് കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോ ഞാൻ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്. ഇന്ന് കുറച്ച് പേര് പറഞ്ഞു എന്താ നിങ്ങൾ ഈ വീഡിയോ ചെയ്യാതെ. ഞാൻ അതുകൊണ്ട് മാത്രം ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കാരണം കുറച്ചധികം ആൾക്കാർ ഇതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. എങ്കിലും എനിക്ക് തോന്നി ഇതെന്താ സംഭവം, ഇങ്ങനൊരു സാധനം ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നാളെ നിങ്ങളൊരാൾ വിളിക്കുന്നു, നിങ്ങളെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞ് വിളിക്കുന്നു, നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാനാണ് എന്ന് പറയുമ്പോൾ നിങ്ങളവർ ചോദിക്കുന്നതിന് മറുപടി പറയും. മറിച്ച് അവർ സംസാരിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരാൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ട് പ്രചരിപ്പിക്കുന്നു, എന്നിട്ട് അതിൽ റവന്യൂ ഉണ്ടാക്കുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇതിപ്പോൾ എന്ത് അതോറിറ്റിയാണെന്ന് അറിയത്തില്ല. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പം അങ്ങനെ സംഘടനയുണ്ട്. ഇത് ഏത് സംഘടനയാണ്? ഹ്യൂമൻ റൈറ്റ്സ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് തന്നെയാണോ അതോ വേറെ ഏതെങ്കിലുമൊക്കെ ആണോ? ഇനിയിപ്പം എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനെ ഒരു സാധനം എൻ്റെ ചിന്തയിലും ഒരിടത്തുമില്ല. ഇങ്ങനെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ നമ്മൾ വിളിച്ചിട്ട് വേറെ യൂട്യൂബ് ചാനലുകാരെ കൊണ്ട് ക്യാമറ വെച്ച് പിടിപ്പിച്ചിട്ട് അവർ പ്രസിഡന്റ് സെക്രട്ടറി ആരൊക്കെ വിളിച്ച് രണ്ട് സൈഡും ചോദിച്ചിട്ട് ആ ഒരു കാര്യം വിളിച്ച് പബ്ലിക്കിൻ്റെ ഇവരെന്ത് നടപടിയെടുത്തു? ഞാൻ ചോദിക്കട്ടെ. ഹ്യൂമൻ റൈറ്റ്സ് ഇന്ന് വിളിച്ചു എന്ന് പറയുന്നു, ഇവരെന്ത് നടപടിയെടുത്തു? എന്നിട്ട് യൂട്യൂബ് ചാനലിൽ എടുത്ത് പബ്ലിഷ് ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ യൂട്യൂബ് ചാനലുകാരെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൻ്റെ അകത്ത് ഇടുന്ന സമയത്ത് റവന്യൂ കിട്ടുമെന്നുള്ള കാര്യം. ഒരേ സമയത്ത് പ്രണവും പ്രവീണും എന്ന് പറയുന്നത് വളരെയധികം മുൻപന്തിൽ നിന്ന് യൂട്യൂബേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഭയങ്കര കത്തിപ്പടരുന്നു. അതാണ് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചത്. ഇവരുടെ ലൈഫിനകത്ത് മാത്രമാണ് വീടിൻ്റെ അകത്ത് വയലൻസ് ഒക്കെ നടന്നിട്ടുള്ളൂ. മറ്റൊരിടത്തും ഈ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥലം ഉണ്ടായിട്ടില്ലേ? അതുകൊണ്ട് അവിടെയൊന്നും വിളിക്കത്തില്ല. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അത് നമുക്ക് പെട്ടെന്ന് ശുഷ്കാന്തി വന്ന് ഇടപെടുന്നു എന്നുള്ളതാണോ? അതിനു മുമ്പ് പല കാര്യങ്ങളും ഇടപെട്ടിട്ടുള്ളത് യൂട്യൂബിനകത്തൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം വരുമ്പോൾ സംശയിക്കണ്ടേ? അവർ ചോദിക്കുവാണ് ഇത് തീർച്ചയായിട്ടും നമ്മളെ മനഃപൂർവ്വമായിട്ട് പെടുത്താൻ വേണ്ടി കൊട്ടാരക്കര സ്റ്റേഷനിലേക്ക് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിനെ കുറിച്ച് അത് നടക്കത്തില്ല എന്നുള്ള രീതിയിലേക്ക് പറയുന്നു. കോടതിയിലേക്ക് പോകണം. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇപ്പോൾ യൂട്യൂബ് ചാനലുകാർ അവർ സ്വാഭാവികമായിട്ടും കോടതി വഴി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അവർ അഡ്വക്കേറ്റിന് വഴി കാര്യങ്ങൾ ത്രൂ ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോടതി വഴി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡയറക്റ്റ് പോലീസ് ഹെൽപ്ലെസ് തന്നെയാണ്. സൈബർ സെല്ലാണെങ്കിൽ ഹെൽപ്ലെസ് ആകും. അവർക്ക് ആ രീതിയിലേക്ക് അവർ പോകുന്നു. സ്വാഭാവികമാണ്. ഇതൊക്കെ ഒത്തിരി പേർക്കുള്ള അനുഭവങ്ങളൊക്കെ കൂടെയാണ്. അതുകൊണ്ട് പ്രണവിനും പ്രവീണിനും അബദ്ധങ്ങൾ പറ്റി. നാളെ പല ആൾക്കാർക്കും അബദ്ധം പറ്റും. നിങ്ങൾക്കും പറ്റും, എനിക്കും പറ്റും, ആർക്കും പറ്റും. ചിലപ്പോൾ വീണെന്ന് വരും. ആ വീണു, ഓക്കെ, അവർ വീണു, അവരുടെ തെറ്റ് പറ്റി. നമുക്ക് ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാം. തിരുത്താനും കൂടെ പറഞ്ഞു കൊടുക്കണ്ടേ? ഒരാൾ വീണു, ഓക്കെ, തൊട്ടടുത്തൊരു കുഴിയും കൂടെ എടുത്തിട്ട് അവിടെ കടാ നിന്നെ ഇന്ന് മൂടിയിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യത്വത്തിന് നിരക്കാത്ത പരിപാടിയല്ലേ? അതുകൊണ്ട് അവർ കേസ് കൊടുത്തത് എന്തുകൊണ്ട് സ്വാഗതാർഹമാണ്. അത് മാത്രമല്ല ഈ ദിവസങ്ങളിലെല്ലാം അവരെ തെറി വിളിച്ച ആൾക്കാർ കൂടെ ചിന്തിച്ച് നോക്കുക. അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്ക് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് വെച്ച് തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇവരാർക്കെങ്കിലും ഈ ഒരു മാനഹാനി അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അവരുടെ കയ്യിൽ നിന്ന് തന്നെ പറ്റിയ മിസ്റ്റേക്ക് കൊണ്ടാണെങ്കിൽ പോലും ചില ആൾക്കാരുണ്ട് സാമ്പത്തികപരമായിട്ട്
എന്നുവെച്ചാൽ സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ മാന്യമായ രീതി നടക്കുകയും അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിട്ടുണ്ടാവുകയും അത് കാരണം അവർക്ക് നിരന്തരമായിട്ടുള്ള ഈ സംഘർഷം, ആത്മസംഘർഷം, മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇനി അപമാനിക്കപ്പെടുമോ എന്നുള്ള ഭയവും ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് ഈ എവിടെ കൂടെയെങ്കിലുമൊക്കെ ഈ പറഞ്ഞ കടക്കാരൊക്കെ കൂടെ വന്ന് ഇവരുടെ വീട്ടിലേക്കൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ് അപമാന ഭാരത്താൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു സെൻസിൽ നിങ്ങൾ കാണാനാണ്. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കണം, തിരുത്തപ്പെടണം എന്നും കൂടെ പറയണ്ടേ, തിരുത്താനുള്ള സാവകാശവും കൂടെ കൊടുക്കണ്ടേ. അല്ലാതെ അവർ വീണു അതിനുശേഷം നീ ഇനി ജീവിക്കാൻ പാടില്ല, നിങ്ങളെന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ളൊരു സംഭവം അത് ശരിയല്ല കേട്ടോ. സീരിയസ്ലി പറയാൻ ശരിയല്ല. നമ്മൾ അത് എല്ലാവരും അങ്ങനെ ഈ കാണുന്ന എല്ലാവരും അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ പുറകെയോ അല്ലെങ്കിൽ ഇവരെ നശിക്കണമെന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്നുമല്ല. എന്നാലും ചില ഒരു ചെറിയൊരു ന്യൂനപക്ഷം ഉണ്ടായേക്കാം. അതുകൊണ്ട് പ്രണവിനും പ്രവീണിനും ഈ ഒരു കാര്യം നിങ്ങളിനി സത്യം പറഞ്ഞാൽ പ്രണവും പ്രവീണും ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വന്നു, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്, നിങ്ങളുടെ വ്യൂവേഴ്സിന് നിങ്ങൾക്ക് ഇനി ഒരിക്കൽ പോലും അവരുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്ന രീതിയിലേക്ക് ഒരു കാര്യം പരമാവധി ഒന്നുകിൽ കാണിക്കാതിരിക്കുക, അഥവാ കാണിച്ച് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യത്തിനെക്കുറിച്ചൊരു വ്യക്തത വരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കുടുംബ പ്രശ്നങ്ങളും അതുപോലെ ഭാര്യയുമായിട്ടുള്ള പ്രശ്നവും അതുപോലെ തന്നെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ, അതിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം. നിങ്ങളൊക്കെ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ എന്ത് രസകരമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ എൻ്റെ മോനൊക്കെ കാണുന്നതാണ്. നിങ്ങളൊക്കെ ഡാൻസ് ആ ഒരു സ്റ്റെപ്പൊക്കെ കണ്ടിട്ടൊക്കെ അവനിടയ്ക്ക് ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ ഇടുന്ന് കാണുമ്പോൾ അതൊക്കെ അങ്ങനെ കാണുന്ന ഒരു ആൾക്കാരായിരുന്നു. അപ്പം അതിൽ നിന്ന് മാറി ഒരു സമയത്ത് നിങ്ങൾക്കൊരു വീഴ്ച പറ്റി, നിങ്ങളുടെ ഭാഗത്ത് എനിക്ക് പറ്റും, നിങ്ങൾക്ക് പറ്റും, കാണുന്ന വ്യൂസിന് പറ്റും, എല്ലാവർക്കും പറ്റും. തെറ്റ് പറ്റി, തിരുത്താനുള്ളൊരു അവസരം കൊടുക്കണം. അതിനപ്പുറം ഈ മനുഷ്യാവകാശ പ്രവർത്തകരെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അവരുടെ പ്രൈവസിക്ക് ഒരു വാല്യൂവും കൊടുക്കാതെ ആ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിട്ട് ഒരു കൊമേഴ്സ്യലായിട്ടുള്ള ഒരു ചാനലിൻ്റെ അകത്ത് കൊണ്ട് ഇട്ട് കൊടുക്കുന്നു. എന്തുവാടേ ഇത്? വെള്ളരിക്ക പട്ടണോ? എവിടെയാണ് ഹ്യൂമൻ റൈറ്റ്സ്? ഇവിടെ ഇവർ വയലേറ്റ് ചെയ്യുന്നത് തന്നെ ആ സംഘടനയല്ലേ? അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന അതിനെ ആരാണോ സംരക്ഷിക്കേണ്ടത് അവർ തന്നെ അത് വയലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കണ്ടത്. സോ ഈ ഒരു കാര്യത്തിൻ്റെ അത് 100% പ്രണവും പ്രവീണിനും ഒപ്പം തന്നെ ഒരു മനുഷ്യരെന്നുള്ള നിലയിൽ അവർ ചെയ്ത് തെറ്റാണ്. നമ്മളിപ്പോഴും പറയുന്നു, ഇപ്പോൾ കമൻറ്റ് ബോക്സ് വരും, അവർ ചെയ്തിട്ടല്ലേ? അതേടെ ചെയ്തു, അവർ തെറ്റ് ചെയ്തു, തെറ്റുകാരൻ തന്നെയാണ്. തെറ്റുകാരന് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം കൂടെ കൊടുക്കണ്ടേ? അതിനപ്പുറം അവനെ പിച്ച് ചീന്താൻ വേണ്ടി ഇട്ട് കൊടുക്കുന്ന ആ ഒരു പരിപാടിയോടൊന്നും എനിക്ക് വ്യക്തിപരമായി ഒരിക്കലും യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, സീരിയസ്ലി. അതുകൊണ്ട് കുറച്ചധികം ആൾക്കാർ എൻ്റെ അടുത്ത് ഇൻബോക്സിലും ഇൻസ്റ്റാഗ്രാമിലും അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നെന്ന് മാത്രം. ഇത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, നിരാകരിക്കാം. ഒരാൾ വീണു എന്ന് പറഞ്ഞാൽ അയാളെ വീണ്ടും കൊല്ലാതെ കൊല്ലുന്ന ഒരു പരിപാടിയോട് തികച്ചും യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അവരും ജീവിക്കണമെന്നേ, നമ്മൾ എല്ലാവരും ജീവിക്കണം. നമുക്ക് എല്ലാവർക്കും തിരുത്തണം, തിരുത്തി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്.